PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 11 നടക്കാനിരിക്കുന്ന CSEB അസിസ്റ്റൻറ്റ് സെക്രട്ടറി എക്സാമിനും ഓഗസ്റ്റ് 17 നടക്കാനിരിക്കുന്ന സെക്രട്ടറി എക്സാമിനും ഓഗസ്റ്റ് 25 നടക്കാനിരിക്കുന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിനും വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെയും ഒക്കെ സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ റെഗുലേറ്ററി ബാങ്കിംഗ് അതോറിറ്റീസ് ടു റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡാഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ റെഗുലേറ്ററി ബാങ്കിംഗ് അതോറിറ്റീസ് ടു റേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഉത്തരം ക്യാമൽസ്. ക്യാമൽസ് എന്ന് പറയുന്നത് ഒരു റേറ്റിംഗ് സിസ്റ്റമാണ്. ബാങ്കിൻ്റെ പെർഫോമൻസ് ആക്സസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ക്യാമൽസ്. CAMELS. C മീൻസ് ക്യാപിറ്റൽ ആഡിക്വസി, A അസറ്റ് ക്വാളിറ്റി, M മാനേജ്മെൻറ്റ് ക്വാളിറ്റി, E ഏർണിങ്സ്, L ലിക്വിഡിറ്റി, S സെൻസിറ്റിവിറ്റി ഓർ സിസ്റ്റം ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ക്യാമൽസ് എന്ന് പറയുന്നത് C ക്യാപിറ്റൽ ആഡിക്വസിയാണ്, A അസറ്റ് ക്വാളിറ്റി, M മാനേജ്മെൻറ്റ് ക്വാളിറ്റി, E ഏർണിങ്സ്, L ലിക്വിഡിറ്റി, S സെൻസിറ്റിവിറ്റി. അപ്പോൾ ക്യാമൽസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ റേറ്റിംഗ് സിസ്റ്റമാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇനാക്റ്റഡ് ഇൻ ദി ഡാഷ് ഇയർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇനാക്റ്റഡ് ഇൻ ദി ഡാഷ് ഇയർ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഉത്തരം 19th റിപ്പബ്ലിക് ഇയറിലാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഇനാക്ട് ചെയ്തത്. ഈ സമയത്ത് സഹകരണ മന്ത്രിയായിരുന്നത് PR കുറുപ്പാണ്. KCS ആക്ട് 1969 110 സെക്ഷൻസ് ഉണ്ട്, 201 റൂൾസ് ഉണ്ട്. അടുത്ത ചോദ്യം, എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ. എ സൊസൈറ്റി മേ ചേഞ്ച് ഇറ്റ്സ് നെയിം ബൈ. ഉത്തരം അൻ അമെൻമെൻറ്റ് ഇൻ ഇറ്റ്സ് ബൈലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നതിനും ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും ഒക്കെ ചെയ്യുന്നത് ബൈലോ അമെൻമെൻ്റ് ആണ്. ബൈലോ അമെൻമെൻറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 12 റൂൾ 9. An expelled member may be readmitted only after the expiry of. An expelled member may be readmitted only after the expiry of. ഉത്തരം 1 year. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്താൽ അയാൾക്ക് വീണ്ടും റീഅഡ്മിഷൻ കിട്ടണമെങ്കിൽ 1 വർഷം കഴിയണം. എന്നാൽ സർചാർജിന് വിധേയനാക്കപ്പെട്ട മെമ്പറാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് മാത്രമേ വീണ്ടും അയാൾക്ക് മെമ്പർ ആവാൻ കഴിയുകയുള്ളൂ. സെക്ഷൻ 17 എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. ദ ഫസ്റ്റ് കമ്മിറ്റി ഓഫ് എ ന്യൂലി രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോമിനേറ്റഡ് ബൈ രജിസ്ട്രാർ ഈസ് ഫോർ എ പീരീഡ് ഓഫ്. The first committee of a newly registered cooperative society nominated by registrar is for a period of. ഉത്തരം 12 months. ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ ഫസ്റ്റ് കമ്മിറ്റിയുടെ കാലാവധി സാധാരണ 3 മാസമാണ്. എന്നാൽ രജിസ്ട്രാർ നോമിനേറ്റ് ചെയ്ത ഫസ്റ്റ് കമ്മിറ്റി ആണെങ്കിൽ ആ ഒരു കമ്മിറ്റിയുടെ കാലയളവ് എന്ന് പറയുന്നത് 12 മാസമാണ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൽ ബി ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. The state cooperative election commissioners shall be officers not below the rank of. ഉത്തരം അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ചോദ്യം ശ്രദ്ധിക്കണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നല്ല ചോദിച്ചത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരാണ് എന്നാണ് ചോദ്യം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണേഴ്സും. ഈ കമ്മീഷണേഴ്സിൻ്റെ യോഗ്യത അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കണം. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൽ ബി ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. Dash shall be the authority to take decision upon the division of net profit of a cooperative society. Dash shall be the authority to take decision upon the division of net profit of a cooperative society. ഉത്തരം ജനറൽ ബോഡി. ഒരു സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത് ജനറൽ ബോഡിയാണ്.
കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് DCA അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. സെക്ഷൻ 56 നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത്. 56(1)(a) പറയുന്നു നോട്ട് ലെസ് ദാൻ 15% ടു റിസർവ് ഫണ്ട്. 1(b) പറയുന്നു നോട്ട് മോർ ദാൻ 5% ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. 1(c) പറയുന്നു 10% ടു മെമ്പർ റിലീഫ് ഫണ്ട്. 1(d) 56(1)(d) പുതിയ അമെൻമെൻറ്റ് ആക്റ്റിൽ കൂട്ടിച്ചേർത്തതാണ്. അതിൽ പറയുന്നത് 5% ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്നാണ്. 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. ജനറൽ ബോഡി ഷാൽ ബി ദ അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് അപ്പോൺ ദ ഡിവിഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. Dash shall not take part in the discussion of non-confidence motion. Dash shall not take part in the discussion of non-confidence motion. ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. നോമിനേറ്റഡ് മെമ്പേഴ്സ്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, കോപ്റ്റഡ് മെമ്പേഴ്സ്, ഓൾ ഓഫ് ദിസ്. ഉത്തരം ഓൾ ഓഫ് ദിസ് ആണ്. നോമിനേറ്റഡ് മെമ്പേഴ്സിനോ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിനോ കോപ്റ്റഡ് മെമ്പേഴ്സിനോ നോൺ കോൺഫിഡൻസ് മോഷൻ ഡിസ്കഷനിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ല. The term of the committee in office will expire within 30 days. A new committee shall be appointed as per. The term of the committee in office will expire within 30 days. A new committee shall be appointed as per. ഉത്തരം സെക്ഷൻ 33. നിലവിലുള്ള ഒരു കമ്മിറ്റി എക്സ്പയർ ആയിട്ട് പുതിയൊരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 33 സെക്ഷൻ 32 എന്താണ്? സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയാണ്. കമ്മിറ്റീനെ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 32 പുതിയ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 33 അടുത്ത ചോദ്യം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ റിസീവിംഗ് കോൺട്രിബ്യൂഷൻ ഫ്രം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ റിസീവിംഗ് കോൺട്രിബ്യൂഷൻ ഫ്രം. ഉത്തരം സൊസൈറ്റീസ് വിച്ച് റിസീവ്സ് ഡെപ്പോസിറ്റ്സ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്ക് കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുകയില്ല. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നാണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വാങ്ങുന്നത്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 57(b) ആണ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സൊസൈറ്റികളാണ് ഈ ഒരു സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഡാഷ് ഷാൾ റെസ്പോൺസിബിൾ ഫോർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ്. ഡാഷ് ഷാൾ റെസ്പോൺസിബിൾ ഫോർ സബ്മിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഓഡിറ്റ്. ഇതിൻ്റെ ഓപ്ഷൻസ് വായിക്കാം. ചീഫ് എക്സിക്യൂട്ടീവ്, ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, ചീഫ് അക്കൗണ്ടൻറ്റ്. ഉത്തരം മാനേജിംഗ് കമ്മിറ്റിയാണ്. മാനേജിംഗ് കമ്മിറ്റിയാണ് ഓഡിറ്റർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 1 മന്തിനുള്ളിൽ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് കമ്മിറ്റിക്ക് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും സബ്മിറ്റ് ചെയ്യണം. മാനേജിംഗ് കമ്മിറ്റി 15 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റർക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. നേരത്തെ 1 മന്ത് ആയിരുന്നു. പുതിയ ആക്ട് പ്രകാരം, അമെൻമെൻറ്റ് ആക്ട് പ്രകാരം 15 ദിവസത്തിനുള്ളിൽ മാനേജിംഗ് കമ്മിറ്റി ഓഡിറ്റർക്ക് കൊടുക്കണം. ഓഡിറ്റർ 90 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നേരത്തെ 4 മാസത്തിനുള്ളിലെന്നായിരുന്നു. അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഓഡിറ്റർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിലാണ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം. രജിസ്ട്രേഷൻ ഫീ ഫോർ എ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി റുപ്പീസ്. രജിസ്ട്രേഷൻ ഫീ ഫോർ എ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി റുപ്പീസ്. ഉത്തരം 100. സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. SC/ST വനിതാ സൊസൈറ്റികൾക്ക് 500 രൂപ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടത് 2000 രൂപയാണ്. ഒരു താലൂക്കിന് മുകളിൽ, അതായത് ഒരു ഡിസ്ട്രിക്റ്റിനുള്ളിലാണെങ്കിൽ 4000 രൂപ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 രൂപ. ഒരു ഡിസ്ട്രിക്റ്റിന് മുകളിലാണെങ്കിൽ 10000 രൂപ. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷന് അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അൺരജിസ്റ്റേർഡ് ബൈലോസ് ആർ കോൾഡ്. അൺരജിസ്റ്റേർഡ് ബൈലോസ് ആർ കോൾഡ്. ഉത്തരം ഡ്രാഫ്റ്റ് ബൈലോസ്. രജിസ്റ്റർ ചെയ്യാത്ത ബൈലോയെ ഡ്രാഫ്റ്റ് ബൈലോ എന്നാണ് പറയുന്നത്. ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ചീഫ് പ്രൊമോട്ടറാണ്. ഫസ്റ്റ് ജനറൽ ബോഡി ഈസ് ദ അസോസിയേഷൻ ഓഫ്. ഫസ്റ്റ് ജനറൽ ബോഡി ഈസ് ദ അസോസിയേഷൻ ഓഫ്. ഉത്തരം പേഴ്സൺസ് ഹു ആർ സൈൻഡ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ.
രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത ആപ്ലിക്കൻസിൻ്റെ മീറ്റിംഗ് ആണ് ഫസ്റ്റ് ജനറൽ ബോഡി. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതിന് മിനിമം 25 ആൾക്കാർ വേണം. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഈ അംഗങ്ങൾ എല്ലാവരും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഈ അംഗങ്ങളുടെ മീറ്റിംഗ് ആണ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. Resolution for amalgamation of assisted cooperative societies shall be passed only with the prior approval of Resolution for amalgamation of assisted cooperative societies shall be passed only with the prior approval of ഉത്തരം രജിസ്ട്രാർ. അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് സബ്സിഡീസ്, ഗ്രാൻസ്, ലോൺസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും അസിസ്റ്റൻസ് സ്വീകരിക്കുന്ന സൊസൈറ്റികളെയാണ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഈ ഇത്തരം സൊസൈറ്റികളെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ AA ഈ അസിസ്റ്റഡ് സൊസൈറ്റീസിൻ്റെ അമാൽഗമേഷനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് രജിസ്ട്രാറുടെ പെർമിഷനോട് കൂടിയാണ്. രജിസ്ട്രാറുടെ അപ്രൂവലോട് കൂടിയാണ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അമാൽഗമേഷനുള്ള റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അഫിലിയേഷൻ ഫീ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ അഫിലിയേഷൻ ഫീ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫിലിയേഷൻ ഫീസ് കണക്കാക്കുന്നത്. മിനിമം അഫിലിയേഷൻ ഫീസ് 100 രൂപയാണ്, മാക്സിമം 2000 രൂപ. അടുത്ത ചോദ്യം, പ്ലെഡ്ജ് മീൻസ് ഡാഷ് ഓഫ് ഗുഡ്സ് ഫോർ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് എ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ്. പ്ലെഡ്ജ് മീൻസ് ഡാഷ് ഓഫ് ഗുഡ്സ് ഫോർ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് എ പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ്. ഓപ്ഷൻസ് ലീൻ, ബെയിൽമെൻറ്റ്, അസൈൻമെൻറ്റ്, മോർഗേജ്. പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെയിൽമെൻ്റ് ആണ്. ബെയിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ദ പൊസഷൻ ഓഫ് എ പ്രോപ്പർട്ടി, കൈവശ അവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലെഡ്ജ്, പണയം വയ്ക്കുന്നത് ഒരുതരം ബെയിൽമെൻ്റ് ആണ്. വേർ എ ചെക്ക് ബിയേഴ്സ് അക്രോസ് ഇറ്റ്സ് ഫേസ് ആൻ അഡീഷൻ of the name of the banker either with or without the words not negotiable, that addition constitute a crossing and the check is deemed to be crossed. ഉത്തരം ക്രോസ്ഡ് സ്പെഷ്യലി. ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അത് എന്ത് തരം ക്രോസിംഗ് ആണ്? അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. 2 തരത്തിലുള്ള ക്രോസിംഗ് ഉണ്ട്, ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും. ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത് 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് വരയ്ക്കുന്നതാണ്. ലെഫ്റ്റ് ടോപ്പ് കോർണറിലോ അല്ലെങ്കിൽ ചെക്കിൻ്റെ ഫേസിലോ 2 ലൈൻസ് വരച്ച് അതിൻ്റെ ഉള്ളിൽ നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേയി ഇങ്ങനെ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം. 2 ലൈൻസ് മാത്രമാണെങ്കിലും മതി. അതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. എന്നാൽ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് നിർബന്ധമല്ല, എന്നാൽ ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ട് വേണം. ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. അടുത്തത്, ദ ചാർജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോൺ ആസ്. ദ ചാർജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോൺ ആസ്. ഉത്തരം മോർഗേജ്. നമ്മൾ പഠിച്ചതാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുകളിൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് മോർഗേജ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടിയുടെ പുറത്ത് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തിക്കേഷൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് JLG? ഉത്തരം ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. നമ്മൾ പഠിച്ചതാണ്. SHG എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, JLG ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. KYC means know your customer. KYC means know your customer. Expansion of PMFBY. Expansion of PMFBY. ഉത്തരം പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന. അടുത്തത്, വാട്ട് ഈസ് മീൻ ബൈ ആധാർ സീഡിംഗ്? വാട്ട് ഈസ് മീൻ ബൈ ആധാർ സീഡിംഗ്? ആധാർ സീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെയാണ് ആധാർ സീഡിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്? വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ BSBDA? നമുക്കറിയാം BSBDA അക്കൗണ്ടിന് മിനിമം ബാലൻസ് വേണ്ട. അതുകൊണ്ട് തന്നെ ഉത്തരം നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ്. ഇതൊരു 0 ബാലൻസ് അക്കൗണ്ടാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ ദ ബാങ്ക് ഫോർ മാക്സിമം ടെനർ ഓഫ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എ ബാങ്ക് ഫോർ മാക്സിമം ടെനർ ഓഫ്. ഉത്തരം 10 ഇയേഴ്സ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം ടെനർ 7 ദിവസമാണ്, മാക്സിമം 10 വർഷം. അടുത്തത്, അണ്ടർ പ്രുഡൻഷ്യൽ നോംസ് ലോൺ അസറ്റ്സ് ഓഫ് ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു.
അണ്ടർ prudential norms, loan assets of banks are classified into ഉത്തരം സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ, ലോസ്. അസറ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റാൻഡേർഡ്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്. ഇങ്ങനെയാണ് പ്രുഡൻഷ്യൽ നോംസിൽ അസറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിൻ ഇൻ സ്മാർട്ട് കാർഡ് ഈസ് കോൾഡ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. സ്മാർട്ട് കാർഡിലെ പിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ബൈ നൗ പേ നൗ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡെബിറ്റ് കാർഡ്സ്. ബൈ നൗ പേ നൗ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡൊക്കെ ഓപ്ഷനിലുണ്ട്. ഉത്തരം ഡെബിറ്റ് കാർഡാണ്. ത്രൂ മൊബൈൽ ബാങ്കിങ് കസ്റ്റമർ ക്യാൻറ്റ് അവെയിൽ ദ ഫെസിലിറ്റി ഓഫ് ഉത്തരം ക്രെഡിറ്റ് സർവീസസ്. മൊബൈൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബാങ്കിങ് സർവീസ് നടത്തുന്നതാണ് മൊബൈൽ ബാങ്കിങ്. ബാങ്കിൻ്റെ വെബ്സൈറ്റ് ത്രൂ നടത്തുന്ന ബാങ്കിങ് സർവീസ് അത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബാങ്കിങ് സർവീസ് നടത്തുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. ഓപ്ഷനിൽ വരുന്നത് ഇതൊക്കെയാണ്: ബാലൻസ് എൻക്വയറി, ഫണ്ട്സ് ട്രാൻസ്ഫർ, ട്രാൻസാക്ഷൻസ് ഓഫ് ക്രെഡിറ്റ്സ്, ക്രെഡിറ്റ് സർവീസസ്. ഇതിൽ മൊബൈൽ ബാങ്കിങ്ങിൽ അവൈലബിൾ അല്ലാത്തത് ക്രെഡിറ്റ് സർവീസസ് ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡയറക്റ്റ് ചാനൽ ബട്ട് നോട്ട് എ റിമോട്ട് ചാനൽ ഇൻ ബാങ്കിങ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡയറക്റ്റ് ചാനൽ ബട്ട് നോട്ട് എ റിമോട്ട് ചാനൽ ഇൻ ബാങ്കിങ്? ഓപ്ഷൻസ്: ATM, ബ്രാഞ്ച് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഉത്തരം ബ്രാഞ്ച് ബാങ്കിങ്. ഇതിൽ ഡയറക്റ്റ് ചാനലായിട്ട് വരുന്ന ബ്രാഞ്ച് ബാങ്കിങ് ആണ്. ATMഉം മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും എല്ലാം റിമോട്ട് ചാനലാണ്. വരാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും കൂടി ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കോർപ്പറേഷനിൽ നിന്നും ബാങ്കിങ്ങിൽ നിന്നും ഒക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.